79ാം സ്വാതന്ത്ര്യദിന സ്മൃതിയിലാണ് രാജ്യം. ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പതാക ഉയർത്തും. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയവും ആഘോഷിക്കും. സംസ്ഥാനത്തും വിപുലമായ ആഘോഷ പരിപാടികളാണ്. വിവരങ്ങളുമായി ആതിര സരസ്വത് ഉണ്ട്. ആതിര, ഗുഡ് മോർണിംഗ്. ഇന്ന് സ്വാതന്ത്ര്യദിന പരിപാടിയിലേക്ക് കടക്കുകയാണ് രാജ്യം. സംസ്ഥാനത്തും പരിപാടികൾ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. സമയക്രമം എങ്ങനെയാണ്? കാര്യപരിപാടികൾ എങ്ങനെയാണ്? വിശദാംശങ്ങൾ. അഖില, എല്ലാവർക്കും ഒരു സ്വാതന്ത്ര്യദിനാശംസകൾ നേരുകയാണ്. രാജ്യം 79ാം സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ നിറവിലാണ്. രാജ്യത്തെമ്പാട് വിപുലമായ ആഘോഷങ്ങളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാവിലെ 7:30 ഡൽഹിയിലെ ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തും. ശേഷം രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. 5000-ഓളം വിശിഷ്ട അതിഥികളെയാണ് ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവർ, കുട്ടികൾ, സ്ത്രീകൾ തുടങ്ങി 5000-ഓളം പേരെയാണ് ക്ഷണിച്ചിരിക്കുന്നത്. നമുക്കറിയാം, തുടർച്ചയായ 12ാം തവണയാണ് പ്രധാനമന്ത്രിയായ ശേഷം നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ നിന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ പോകുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ ഏതെങ്കിലും ഒരു പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കുക, സമകാലീന വിഷയങ്ങളെ ചൂണ്ടിക്കാട്ടി സംസാരിക്കുക എന്നതൊക്കെ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിന്റെ ഒരു നയമായിരുന്നു. എങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത് പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിലേക്ക് തന്നെയായിരിക്കും. നമുക്കറിയാം, പാർലമെന്റ് സമ്മേളനം നടക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷവും ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുക പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിലേക്കായിരിക്കും. വോട്ട് ചോരി ഉൾപ്പെടെ വലിയ ആരോപണങ്ങളാണ് കേന്ദ്ര സർക്കാരിനെതിരെ ഉയരുന്നത്. ഇതിനൊരു മറുപടി ഉണ്ടാകുമോ? US താരിഫിന്റെ വിഷയങ്ങൾ നടക്കുന്നുണ്ട്, വ്യാപാര കരാർ ചർച്ചകളുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. എങ്കിൽ ട്രംപിന് മറുപടി ഉണ്ടാകുമോ? ഇത്തരത്തിൽ വലിയ വിവാദങ്ങൾ നടക്കവേ ഒരു പ്രസംഗം എന്നുള്ളതാണ് ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത്. നയാ ഭാരത് എന്ന സങ്കല്പത്തിൽ ഊന്നിയാണ് ഇത്തവണ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത്. 2047ഓടെ ഇന്ത്യ ഒരു വികസിത രാജ്യമാകുക, സുരക്ഷിത രാജ്യമാകുക, സ്വതന്ത്ര രാജ്യമാകുക എന്നതാണ് ലക്ഷ്യം വെക്കുന്നത്. അതിലൂന്നിയുള്ള വികസിത ഭാരതം എന്ന സങ്കല്പത്തിൽ ഊന്നിയുള്ള ഒരു സ്വാതന്ത്ര്യദിനാഘോഷങ്ങളാണ് ഇന്ന് ചെങ്കോട്ടയിൽ കാണാൻ പോകുന്നത്. രാജ്യത്തെങ്ങും സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ചെങ്കോട്ടയെ അതീവ സുരക്ഷാ മേഖലയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ രാജ്നാഥ് സിംഗ് ഉൾപ്പെടെയുള്ളവരാണ് സ്വീകരിക്കുക. ശേഷം 21 ഗൺസ്, ആചാരപരമായിട്ടുള്ള 21 ഗൺ സല്യൂട്ടുകളും നൽകി സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് തുടക്കമാകുമെന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും വിപുലമായ ആഘോഷങ്ങൾ രാജ്യത്തെങ്ങും സംഘടിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം, ജമ്മു കാശ്മീരിലൊക്കെ വലിയ ഭീകരാക്രമണം കഴിഞ്ഞ ദിവസങ്ങളുണ്ടായി. അതുകൊണ്ട് തന്നെ സുരക്ഷ കർശനമായും വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആതിര സരസ്വതാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.